സ്നേഹമുള്ളവരെ, വിശുദ്ധ വാരത്തോടനുബന്ധിച്ചുള്ള ആഘോഷമായ നഗരികാണിക്കലും കുരിശിൻ്റെ വഴിയും ഈ വർഷം ഏപ്രിൽ 3 ദുഃഖവെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 4:15 മണിക്ക് ആരംഭിക്കും. ടൗൺ മുഴുവൻ ചുറ്റിയുള്ള 69ാമത്തെ കുരിശിൻ്റെ വഴിയാണ് ഇത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ വർഷം ലാളം പഴയ പള്ളിയും ലാളം പുത്തൻ പള്ളിയും സംയുക്തമായിട്ടാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഈ കുരിശിൻ്റെ വഴി ആരംഭിച്ചിട്ട് 69 വർഷങ്ങൾ തികയുകയാണ്. അന്ന് ലാളം പഴയ പള്ളി വികാരിയായിരുന്ന പുണ്യസ്മരണാർഹനായ അബ്രഹാം കൈപ്ലാക്കിലച്ഛനാണ് ഈ ആഘോഷമായ കുരിശിൻ്റെ വഴിക്ക് നേതൃത്വം കൊടുത്തതും ആരംഭിച്ചതും. ഇത് ആദ്യകാലത്ത് മുണ്ടനോലിക്കൽ അവതച്ചൻ, മുറിക്കൽ അവതച്ചൻ, സഹോദരൻ കുഞ്ഞാഗസ്തി, ആവിമൂട്ടിൽ അപ്പി, മകൻ തൊമ്മൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഴയ പള്ളിയുടെ പരിസരത്ത് നടത്തിയിരുന്ന പ്രസിദ്ധമായ പങ്കപ്പാട് ദൃശ്യാവതരണമായിരുന്നു ഈ കുരിശിന്റെ വഴിയുടെ ആദ്യ രൂപം. തടിയും ചിരട്ടയും ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ടതും ചരടുകളാൽ നിയന്ത്രിക്കപ്പെട്ടതുമായ രൂപങ്ങൾ ഉപയോഗിച്ച് കുരിശിന്റെ വഴിയുടെ ഓരോ രംഗവും പുനരാവിഷ്കരിച്ചിരുന്ന അപൂർവമായ കലാരൂപമായിരുന്നു പങ്കപ്പാട് ദൃശ്യാവതരണം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ജാതിമത ഭേദമന്യേ അനേക ആയിരങ്ങൾ എത്തുകയും ജനവാഹുവിൽ നിയന്ത്രണാതീതമാവുകയും ചെയ്തപ്പോൾ 1958 ലാളപ്പഴയ പള്ളി വികാരിയായിരുന്ന ഫാദർ അബ്രഹാം കൈപ്ലാക്കിലച്ഛനാണ് പങ്കപ്പാട് ദൃശ്യാവതരണം നിർത്തി നഗരികാണിക്കൽ കുരിശിന്റെ വഴി ആരംഭിച്ചത്. കുരിശിന്റെ വഴിയുടെ 14 സ്ഥലങ്ങളിലും നടത്തിയിരുന്ന വികാരസാന്ദ്രമായ പ്രസംഗങ്ങൾ കേട്ട് കണ്ണീരണിഞ്ഞാണ് അക്കാലത്ത് ആളുകൾ കുരിശിന്റെ വഴിയിൽ സംബന്ധിച്ചിരുന്നത്. ഇപ്പോൾ കുരിശിന്റെ വഴിയുടെ പ്രധാന 5 സ്ഥലങ്ങളിലാണ് സന്ദേശങ്ങൾ നൽകുക. ഈ വർഷത്തെ കുരിശിന്റെ വഴിക്ക് നേതൃത്വം നൽകുന്നത് പഴയ പള്ളി വികാരിയച്ഛനും പുത്തൻപള്ളി വികാരിയച്ഛനുമാണ്. സന്ദേശം നൽകി പ്രസംഗങ്ങൾ നടത്തുന്നത് ഫാദർ ജോസഫ് അരിമറ്റം, പാലാ രൂപത ഇവാഞ്ചലൈസേഷൻ ഡയറക്ടറാണ്. രണ്ട് പള്ളിയിൽ നിന്നും പ്രാരംഭ പ്രാർത്ഥനകൾ നടത്തി പുത്തൻപള്ളി ഗ്രോട്ടോയുടെ വാതിൽക്കൽ എത്തി 1ാം സ്ഥലം ആരംഭിച്ച് തുടർന്ന് മുന്നോട്ട് കാർമൽ സ്കൂളിന്റെ മുൻപിലൂടെ ബൈപ്പാസിലൂടെ നീങ്ങി RB ജംഗ്ഷനിലെത്തി കൊട്ടാരമറ്റം കവലയിലെത്തി ബിഷപ്പ് ഹൗസിന്റെ വാതിലിലൂടെ കുരിശുപള്ളി ജംഗ്ഷനിലെത്തി അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങി ലാളം പാലം ജംഗ്ഷനിലെത്തി അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങി കെഴുതടിയൂർ കവലയിലെത്തി അവിടെ നിന്നും ബൈപ്പാസിലൂടെ മുന്നോട്ട് നീങ്ങി ലാളം പഴയ പള്ളിയിലെത്തി സമാപന പ്രാർത്ഥനകൾ ചൊല്ലി പ്രാർത്ഥനകൾ അവസാനിപ്പിക്കുന്നു. അതിനുശേഷം എല്ലാവർക്കും നേർച്ചക്കഞ്ഞി വിതരണം ചെയ്യുന്നു. ഇങ്ങനെയാണ് ഈ വലിയ കുരിശിന്റെ വഴിയുടെയും നഗരികാലത്തിൻ്റെയും കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഏവർക്കും സ്വാഗതം. ഈ വർഷം 2 പള്ളിയിൽ കൂടി ഒരുമിച്ചാണ് നടത്തുന്നത്. പുത്തൻപള്ളി അതിൽ പഴയ പള്ളി കൊടുക്കുന്ന കുരിശിന്റെ വഴിയിൽ പുത്തൻപള്ളിയും സഹകരിക്കുന്നുണ്ട്. ഉച്ചകഴിഞ്ഞായതുകൊണ്ടാണ് അങ്ങനെ ക്രമീകരണം ചെയ്തിരിക്കുന്നത്.